നേതാക്കളൊക്കെ ക്രമേണ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അവരെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. റൌഫാണെങ്കിലും സത്താറാണെങ്കിലും ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അബൂബക്കർ കാക്ക കുഞ്ഞിക്ക പുറത്തു വരും. അപ്പോ ഇവരൊക്കെ പോയതുപോലെ തന്നെയാണോ തിരിച്ചു വന്നത്? അതോ 2.5-3 വർഷങ്ങൾക്കുള്ളിലുള്ള ഇവരുടെ തീഹാർ ജയിലിലെ ജീവിതം ഇവരെ ചിലത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തെ സേവിച്ച് ഇവർക്കിവരുടെ മക്കളോടും കുടുംബത്തോടുമൊപ്പം ഇവിടെ തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണോ താല്പര്യം? അതോ ജയിലും ശിക്ഷയും ഒക്കെ ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പഴയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ ഇവർ ഇറങ്ങിയത് എന്നറിയണം. ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് സമ്മേളനത്തിനിടയിലാണ് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് കൊലവിളി മുദ്രാവാക്യം വിളിപ്പിച്ചത്. അതിനെതിരെ നമ്മളെപ്പോലെയുള്ള ആളുകൾ മാധ്യമങ്ങളിലൂടെ ശക്തമായ രൂപത്തിൽ അതിനെ എതിർപ്പറിയിച്ചതുകൊണ്ടു മാത്രമാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിവെക്കണമെന്നും വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നും 9കാരനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചു. ഒരു മുതുകാലന്റെ തോളിൽ കയറി ഇരുന്നിട്ടാണ് ഒരു കുഞ്ഞിക്കാലൻ നിന്റെയൊക്കെ കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയത്. ഹിന്ദുക്കൾ മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അരിയും മലരും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന കുന്തിരിക്കവും വാങ്ങിവെക്കണം എന്നാണ് ആ മുദ്രാവാക്യത്തിൽ ആവശ്യപ്പെടുന്നത്. ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും എന്നൊരു 9കാരൻ മുദ്രാവാക്യം മുഴക്കുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ഗ്യാൻവാപ്പി, ആ കുട്ടിക്ക് എന്ത് ബാബരി? പാകിസ്ഥാനിലും പോകൂല, അഫ്ഗാനിസ്ഥാനിലും പോകൂല, പോകുന്നെങ്കിൽ ആറടി മണ്ണിലേ പോകൂ. എന്നിട്ട് അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിക്കും എന്ന ധ്വനിയായിരുന്നു ആ കൊച്ചു കുട്ടിക്കാലന്റെ മുദ്രാവാക്യത്തിൽ ഉയർന്നു വന്നത്. കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ കുട്ടിയെ കൊണ്ട് ഇത്തരം കൊലവിളി മുദ്രാവാക്യം വിളിപ്പിച്ചതിനെതിരെ കേരളം ശക്തമായി പ്രതിഷേധിച്ചു. അതിന്റെ അടുത്ത ദിവസം ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയെ മുൻനിർത്തി അവർ ഇതേ മുദ്രാവാക്യം തന്നെ വിളിപ്പിച്ചു. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന്. കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഭീഷണി. പ്രതിഷേധത്തിൽ അവർ വിളിച്ചു പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ മതഭീകരത കുട്ടികളിലൂടെയും വലിയവരിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും മുദ്രാവാക്യങ്ങളിലൂടെയും എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി. അവരെങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെന്ന്. അങ്ങനെ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. ഐസിസിലേക്ക് മലയാളികളാകുന്ന ഭീകരരെ റിക്രൂട്ട് ചെയ്തതടക്കമുള്ള ഭീകരവാദ കേസുകളിൽ ആരോപണം നേരിടുന്ന ഒരു മതസംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. ഇപ്പോൾ നിരോധിച്ചു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി കേസുകളാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA എടുത്തിരിക്കുന്നത്. ഈ കേസുകളിൽ നിന്നും ക്രമേണ ഇവർ തലയൂരി രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ CA റൌഫ് മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഭയങ്കരമായി സംസാരിച്ചിരുന്നു. സ്വന്തം ഭാഗം എങ്ങനെയാണ് ന്യായീകരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം. കാരണം ഇവരെഴുതി കൊടുത്ത മുദ്രാവാക്യങ്ങളാണല്ലോ അവരൊക്കെ വിളിച്ചത്. പുറത്തിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് രാജ്യത്താകമാനം നടത്തിയ NIA റെയ്ഡിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിദേശത്ത് നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി തുക എത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് വഴിയാണെന്നും യുവാക്കളെ വഴിതെറ്റിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ തുക ഉപയോഗിച്ചിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും യുവാക്കളെ അതിനുവേണ്ടി സംഘടിപ്പിച്ച് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇരുമ്പ് നിക്കറും ഇട്ടുകൊടുത്ത് അഫ്ഗാനിലേക്കും സിറിയയിലേക്കും ഒക്കെ നാട് കടത്തുന്നതിന് വേണ്ടിയും കോടിക്കണക്കിന് പണമാണ് വന്നു കിട്ടുന്നത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ചുക്കാൻ പിടിച്ച CA റൌഫിനെ കഴിഞ്ഞ ദിവസം NIA സംഘം തന്നെ പാലക്കാട് തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ടായിരുന്നു. തെളിവെടുപ്പിന് വളരെ കനത്ത സുരക്ഷയിലാണ് പാലക്കാട് എത്തിച്ചത്. പാലക്കാട് താലൂക്ക് ആശുപത്രിക്ക് പിന്നിലും മോർച്ചകളുടെ ഭാഗത്തും എത്തിച്ചായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ തന്നെ CA എത്ര വലിയ തെളിവെടുപ്പുകൾ നടത്തിയാലും ശരി, നമുക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ.
പഴയതുപോലെ തന്നെയാണോ ഇവരുടെ ആശയങ്ങൾ ഇപ്പോഴും? ഇവരുടെ അഭിപ്രായങ്ങൾ മാറിയിട്ടുണ്ടോ? അതോ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പുതിയ ഒരു രൂപത്തിലേക്ക് വീണ്ടും ഇവർ കേരളത്തിൽ വിഷം കലക്കുമോ എന്ന് കൂടി അറിയണം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് RSSനോട് നിങ്ങൾ പറയേണ്ട എന്ത് സാഹചര്യമാണ്? RSSകാർ വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ച് വെക്കാറുണ്ടോ? അവരുടെ വീട്ടിലൊക്കെ വിളക്കത്തിക്കുന്നത് കുന്തിരിക്കം വെച്ചിട്ടാണോ? ശരി, ഞാൻ പറഞ്ഞല്ലോ അഭിലാഷേ, ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടി പറയരുത്. ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, പക്ഷെ ആ മുദ്രാവാക്യം നല്ലതാണ് പറയുന്നത്. അതല്ല, അങ്ങനെ രക്ഷപ്പെടല്ല അഭിലാഷേ. അല്ല, ആരാണ് രക്ഷപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് വളരെ സ്പെസിഫിക് ആയി ചോദിച്ചു, ആരാണ് രക്ഷപ്പെടുന്നത്? എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? അങ്ങനെ എല്ലാം RSS ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണ്ട. ഇത് കൃത്യമായും ബഹുസ്വരതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായ ഹെയ്റ്റ് കോളാണ്. ഒരർത്ഥത്തിൽ അത് വംശഹത്യ ആഹ്വാനമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ സമ്പൂർണ്ണമായി തള്ളിപ്പറയാൻ ബാധ്യതയുള്ള ആ പരിപാടി നടത്തിയ ഇതിന്റെ സംഘാടകർ ഞങ്ങൾ രണ്ടുപേരെ ഓൺ ചെയ്തില്ല, പക്ഷെ ബാക്കിയുള്ളത് കുഴപ്പമില്ല. ഒരു സംഭവം ഉണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് അത് തെറ്റാണ്, അത് പറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാനുള്ള മാന്യത കാണിക്കണം. അത് വിശദീകരിക്കാൻ പറയാതെ നിങ്ങൾ എന്തിന്റെ ഒരു 9കാരനെ മുദ്രാവാക്യമല്ല പഠിപ്പിച്ചത്, കൊലവിളിയായിരുന്നു. ഉളുപ്പില്ലാതെ ചാനലിൽ വന്നിരുന്ന് തോരാതെ സംസാരിച്ച് ന്യായീകരിക്കുന്ന റൌഫ്, ഈ റൌഫ് തന്നെയാണോ ഇപ്പോൾ തിഹാർ ജയിലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന റൌഫ്? ാണ് നിങ്ങൾ അപകടകരമായ പ്രസ്താവനയാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ളത്. സമയം തരണമെന്ന് പറയുന്നത്. അഖില ഹാദിയയുടെ വിഷയത്തിൽ ഞാനും റൌഫും കൂടി News 18 കേരള എന്ന് പറയുന്ന ചാനലിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഇവര് തന്നെ മതപരിവർത്തനം നടത്തിയ ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഒടുവിൽ ഇവരെ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ഇവരുടെ സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാനലിൽ വന്നിരുന്ന് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവർ തന്നെ ആ കേസ് പിൻവലിച്ച് ഓടുക ചെയ്തത്. കാരണം തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഇവര് മതപരിവർത്തനം നടത്തിയ ആളുകളുടെ ഒക്കെ ലിസ്റ്റുകൾ എന്റെ കയ്യിലുണ്ട്. അഭിലാഷിന്റെ പാർട്ടിയുടെ പൊതുയോഗത്തിലല്ല പ്രസംഗിക്കുന്നത്. എന്റെ സാന്നിധ്യത്തിൽ എന്റെ സംഘടനക്കെതിരെ അവസരം തരേണ്ടതില്ലേ? ഇത് നിങ്ങൾ പൊതുയോഗത്തിൽ പ്രസംഗിക്കലല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിക്കെതിരാണെന്ന് പറയുന്നത്? എന്താ നിങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത്? എന്തേ അവിടെ എവിടെയാണ് നിങ്ങൾ വർഗീയത കാണുന്നത്? ഈ സമൂഹത്തിന്റെ പാൽമണം മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ വായിൽ ഇത്രയും വലിയ വിഷം കുത്തിവെച്ചിട്ട് അത് നമ്മളൊക്കെ വിമർശിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? ഈ ഒരൊറ്റ വാചകത്തിന്റെ നിങ്ങൾ ഒരൊറ്റ വാചകത്തിന്റെ ആർക്കൊക്കെയാ ഹാലടങ്ങുന്നത്? മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പറയാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ വ്യാജ പ്രചരണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഹാലിളകിയേ പറ്റൂ. അതല്ലാതെ ഇത് കേട്ടുകൊണ്ട് ചുമ്മാതിരിക്കാൻ കഴിയില്ല. സെക്യുലറിസത്തിലും എങ്ങനെയുണ്ട്? ഇതേ റൌഫ് തന്നെയാണോ? ഇതേ ആശയവും ഇതേ അഭിപ്രായവും തന്നെയാണോ ഇപ്പോഴും റൌഫിനുള്ളത്? കാരണം റൌഫ് തിഹാർ ജയിലിൽ പോയി അവിടെ കിടന്ന് 2.5-3 വർഷത്തോളം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ എല്ലാ ശിക്ഷയും അനുഭവിച്ചിട്ടായിരിക്കണം പുറത്തു വന്നിരിക്കുക. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്കിന്ന് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്.